നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി തിരുവനന്തപുരത്തിൻ്റെ സ്പന്ദനങ്ങൾ അടുത്തറിയുന്ന ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ്, അതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. VSDP എന്ന സംഘടനയുടെ ചെയർമാനാണ് അദ്ദേഹം. കാമരാജ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ഇന്ന് അദ്ദേഹം NDAയുടെ വൈസ് ചെയർമാൻ കൂടിയാണ്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, നമസ്കാരം. താങ്കൾക്ക് സ്വാഗതം ഭാരത് ലൈവിലേക്ക്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികകളൊക്കെ സമർപ്പിച്ചു. ഇപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്, പര്യടനത്തിലാണ്. തിരുവനന്തപുരത്ത് NDAയുടെ സാധ്യതകളെക്കുറിച്ച് അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു? NDAക്ക് പൊതുവെ നേരത്തെ തന്നെ സാധ്യത ഉള്ളതാണ്. ഇപ്പോൾ വളരെ മെച്ചമായിട്ടുണ്ട്. കാരണം കോൺഗ്രസ് എന്ന് പറയണത് തകർന്നു പോയി. ഇനി കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെല്ലാം ഇപ്പോൾ ആശയം കൊണ്ട് ഒന്നുമില്ലെങ്കിലും സാമ്പത്തികം ഇല്ലെങ്കിലും ശബരിമലയെങ്കിലും അടിച്ചു മാറ്റി അങ്ങനെ പോകുന്നു എന്നുള്ളൊരു തോന്നലും. NDA നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചിന്തിച്ചാൽ, അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഭരണം നേരെ കൊണ്ടുപോകാൻ പറ്റിയതാണെന്ന് ജനങ്ങൾക്കൊരു ബോധ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഈ കോർപ്പറേഷൻ്റെ സ്ഥിതി എന്ത്? മനുഷ്യന് നടക്കാൻ വയ്യ, വെള്ളക്കെട്ട്, അതുപോലെ തന്നെ പട്ടിശല്യം, എല്ലാ പൊതുശല്യങ്ങളും നടന്നിരിക്കുന്നു. എന്തെല്ലാം അഴിമതികൾ. ജയിച്ചു പോയ ആളുകളെല്ലാം കോടീശ്വരനായെന്നുള്ളതല്ലാതെ ജയിപ്പിച്ച് വിട്ടവർക്കുള്ള ആ മേഖലകളിൽ ഒന്നും ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 100% സാധ്യത NDAക്കാണ്. NDA വന്നാലേ ഇനി പുരോഗതി ഉള്ളൂ എന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചിന്തിക്കുന്നു. ഇവിടെ പുരോഗതി വേണോ, NDA വരണം. NDA ഇപ്പോൾ മുന്നിലേക്ക് നിർത്തിയിരിക്കുന്നത് മുൻ DGP ശ്രീലേഖ IPSനെയാണ്. അതുതന്നെ സത്യത്തിൽ അതിനെ ചൊല്ലി വലിയ വിവാദങ്ങളൊക്കെ നടന്നു. പക്ഷേ BJP NDA അതിൽ നിന്ന് പിന്മാറാതെ വളരെ കൃത്യമായിട്ട് അവരെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോവുകയാണ്. ശ്രീലേഖയെ പോലെയുള്ളവരുടെ, ഇപ്പോൾ നമുക്കറിയാം, മുൻ DGP ജേക്കബ് തോമസ് സാറ്, അങ്ങനെയൊക്കെ ഉള്ളവർ BJPയിലേക്ക് ധാരാളമായിട്ട് കടന്നു വരുന്നു. മുമ്പ് DGP ആയിരുന്ന സെൻകുമാർ സാറ്, അദ്ദേഹം BJPയിൽ ചേർന്നിട്ടില്ലെങ്കിലും ഒരു സംഘപരിവാർ സഹയാത്രികനാണ്. അദ്ദേഹം സംഘപരിവാറിനെ പല നിർണായക ഘട്ടങ്ങളിലും കൃത്യമായ ഉപദേശങ്ങളൊക്കെ നൽകുന്നയാളാണ്, രാഷ്ട്രീയമായും അല്ലാതെയും. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കടന്നുവരവിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അത് എങ്ങനെ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം അത് എങ്ങനെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തും? അത് എത്രത്തോളം NDAക്ക് ഗുണം ചെയ്യും? NDA ഈ കോർപ്പറേഷൻ ഇലക്ഷനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് DGP ആയിരുന്ന ശ്രീലേഖയെ നിർത്തിയത്. സ്വാഭാവികമായിട്ട് ഇവിടെ ജയിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അവരങ്ങനെ നിർത്തേണ്ടി വന്നത്. ജയിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുന്ന ഈ സ്ഥലത്ത് അതിൻ്റെ നായകസ്ഥാനം വഹിക്കേണ്ടത് അത്തരത്തിലൊരാവണം എന്നുള്ളൊരു ചിന്താഗതി എല്ലാവരുടെ മനസ്സിൽ ഉദിച്ചു വന്നു. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അവരെപ്പോലുള്ളവർ തന്നെ ഇതിന് നേതൃത്വം കൊടുത്താൽ ഈ തിരുവനന്തപുരത്തിൻ്റെ ആ ശാപമെല്ലാം മാറും. പൂർണ്ണമായിട്ട് വിജയിച്ചു വരാനും നമുക്ക് കഴിയും. അത് തികച്ചും നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഈ നഗരം കേന്ദ്രീകരിച്ച് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം. നമ്മുടെ തലസ്ഥാന നഗരമാണ്. ശരിയായി കുടിവെള്ളമില്ല, സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച തെരുവു നായ്ക്കളുടെ ശല്യം, ആൾക്കാർക്ക് കടിയേൽക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെയെല്ലാം NDA എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ജയിച്ച് അധികാരത്തിൽ വന്നാൽ ഇതിന് പരിഹാരമുണ്ടാക്കാൻ വളരെ ലളിതമായിട്ട് അതൊന്ന് വിവരിക്കാം. ഈ കോർപ്പറേഷനെ സംബന്ധിച്ചോളം കേരളത്തിലെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകണമെങ്കിലും കേന്ദ്രത്തിൻ്റെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. വികസന മാതൃകകളെല്ലാം മാതൃകയാക്കിയ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെയാണ് ഇവിടെയും വികസനത്തെക്കുറിച്ച് പ്രഖ്യാപിക്കാൻ തന്നെ എത്തുന്നത്. അത് നമ്മൾ ഭരണത്തിൽ വന്ന 45 ദിവസത്തിനകത്ത് വലിയൊരു വികസന രേഖ, വലിയൊരു സങ്കല്പം, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത സങ്കല്പമാണ് ഇവിടെ നടപ്പാവാൻ പോണത്. അത് അനുഭവിച്ചറിയണം. അല്ലാതെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടഴിച്ചു പോകുന്നതല്ല. കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഇവിടെ നടക്കുന്നതോടുകൂടി ഈ കോർപ്പറേഷൻ 101 വാർഡും ശരിക്ക് ഇപ്പോഴും പുത്തരിക്കണ്ടമൊക്കെ കണ്ടില്ലേ, ചെളിയും ചവറുമായിട്ട് കിടക്കുന്ന ഈ സ്ഥലം, അതുപോലെ ഒരാൾക്ക് നടക്കാൻ പറ്റില്ല. എല്ലാത്തിനും പരിഹാരം ഈ NDAയുടെ ഇവിടെ കോർപ്പറേഷനിൽ വരാൻ പോണ ഗവൺമെൻറ് പരിഹരിക്കാൻ കഴിയും. അതിന് എല്ലാ സഹായവും കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും വലിയ പ്രശ്നം റോഡുകളാണ്.
ഒരു വിധത്തിലും സഞ്ചാരയോഗ്യമല്ലാതിരുന്ന റോഡുകളാണ്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി കേന്ദ്രത്തിൻ്റെ പദ്ധതി വന്നു. ആ പദ്ധതിയുടെ ഭാഗമായി കുറേയൊക്കെ 70% കേന്ദ്രവും 30% സംസ്ഥാനവുമാണ്. സംസ്ഥാനത്തിൻ്റെ പങ്ക് എത്ര അവർ ചെലവഴിച്ചിട്ടുണ്ടെന്ന് കൃത്യമായ കണക്കുകൾ വന്നാലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കേന്ദ്രം വലിയ രീതിയിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തൈക്കാട് റോഡൊക്കെ അതിന് ഉദാഹരണമാണ്. ഈ സ്മാർട്ട് സിറ്റി പദ്ധതി കുറെ കൂടെ വിപുലീകരിച്ച് കൊണ്ടുപോകാൻ NDAക്ക് കഴിയുമോ? NDAക്ക് ഒരു വലിയ സങ്കല്പമുണ്ട്, ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയും. ഈ റോഡുകളുടെ കാര്യം പറഞ്ഞല്ലോ, റോഡുകളുടെ കാര്യം ഞാനൊരു കോൺട്രാക്ടർ ഇവിടെ പണി ചെയ്യുന്ന ആളോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പണി ചെയ്യണമെങ്കിൽ ഈ സഖാക്കന്മാർക്ക് 20%, 25% കൊടുക്കും. അപ്പം ജല്ലിയും മണ്ണിലും അവർ കുറയ്ക്കും, വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കില്ലല്ലോ. അപ്പോൾ ഈ കമ്മീഷൻ വ്യവസ്ഥ ഇതുമൊക്കെ വരണകൊണ്ടാണ് ഈ പഴയ ഈ റോഡുകളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് പോണത്. എന്തായാലും NDA വരുമ്പോൾ ഒരു പദ്ധതിക്ക് പണം അനുവദിച്ചാൽ അത് പണിയെടുക്കുന്നവന് തന്നെ കിട്ടുന്ന രീതിയിലുള്ള സംവിധാനമൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള പണി വരും. പണി നിരീക്ഷിക്കേണ്ട ആളുകളുണ്ടാവും. റോഡ് പണിയെന്ന് പറഞ്ഞ് കോൺട്രാക്ട് കൊടുപ്പല്ല, ആ പണി നടക്കുന്നുവെന്ന് ഒരു മേൽനോട്ടവും ഈ കൗൺസിലർമാർ തന്നെ വഹിക്കും. അത് ഉറപ്പായിട്ട് നല്ല രീതിയിൽ പണി ചെയ്യിക്കാൻ കഴിയും, നല്ല രീതിയിലാക്കാനും കഴിയുമെന്നുള്ള ഉറപ്പുണ്ട്. തിരുവനന്തപുരം നഗരസഭ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലായിരുന്നു. അതിൻ്റെ ഭരണം തിരിച്ചിരുന്നത് എല്ലാ കാലത്തും CPM ആണ്. അപൂർവം ചില സന്ദർഭങ്ങളിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കക്ഷിക്കോ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു 99% ഭരണം നിർവഹിച്ചിരുന്നത് CPM ആണ്. BJPയുടെ ഒരു ആരോപണം CPM ഭരിച്ചു മുടിപ്പിച്ചു എന്നാണ്. ഇതിനെ എങ്ങനെ കാണുന്നു? ഈ CPMൻ്റെ ഇത്രയും നാളത്തെ ഭരണത്തെ എങ്ങനെയാണ് NDA അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഇന്നലെ ഒരു അനുഭവമുണ്ട്. ഞാൻ പുഞ്ചക്കരി എന്ന് പറഞ്ഞ വാർഡിൽ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു വാഹനം കടന്ന റോട്ടിൽ കൂടി പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം CPM ആണ് ജയിച്ചത്. വാഹനം പോകാനേ കഴിയില്ല, പോയി നോക്കാം, അത്ര ഗതികെട്ടാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഈ ഭരണത്തിന്മേൽ എല്ലാ സ്ഥലത്തും സംഭവിച്ചിരുന്നത്. ഈ പറഞ്ഞ പോലെ വെള്ളം കിട്ടാതെ ആളുകൾ തെരുവിലിറങ്ങുന്ന സ്ഥിതിയിലാണ്. രാത്രിയിൽ ടാപ്പ് തുറന്ന് വെച്ച് കുടവുമായിട്ട് കാത്തു നിൽക്കേണ്ട അവസ്ഥ, എന്നാലും കിട്ടുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം രാജീവ് ചന്ദ്രശേഖരന് തന്നെ വലിയൊരു കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹത്തിനെ അത് വിജയിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടുകളും കേന്ദ്രത്തിൻ്റെ സഹായവും ഒക്കെ കൂടി വരുമ്പോൾ നമ്മുടെ ഈ കോർപ്പറേഷൻ വളരെ മെച്ചപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ CPMനൊന്നും അവർക്ക് മത്സരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ ചെയ്തുകൂടായിരുന്നു. ആറ്റുകാല് മുതൽ നമ്മുടെ പുഞ്ചക്കരി അവർ ജയിച്ചു വന്നിട്ട് റോഡിൻ്റെ കാര്യമെങ്കിലും മിനിമം അതുപോലും ചെയ്യാതെ അവരെല്ലാം സുഖിയന്മാരായിട്ട് നടന്നു. അത് ഇവിടുത്തെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്ക് അവസാനമായിട്ടാണ് ഈ കോർപ്പറേഷനിൽ ഇരിക്കാനുള്ള അവസരം കിട്ടിയത്. ഇനിയൊരു അവസരം കിട്ടുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല, ഒരിക്കലും കിട്ടൂല. NDA തന്നെ ഭരിക്കും, തുടർന്ന് ഭരിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം. തിരുവനന്തപുരം നഗരസഭയിൽ വാസ്തവത്തിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെ തമ്മിലാണ്? NDAയും LDFും തമ്മിലാണോ, അതോ ഒരു ശക്തമായ ത്രികോണ മത്സരമുണ്ടോ? എന്താണ് അങ്ങേക്ക് ഇത്രയും ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അനുഭവപ്പെട്ടത് എന്താണ്? അത് LDFും അല്ലെങ്കിൽ NDA ആണ് നടക്കുന്നത്. കാരണം കോൺഗ്രസ് ഒന്നും ഇല്ല പിക്ചറിൽ. ഒരു പ്രഹസനമായിട്ട് കുറച്ച് ആളുകൾ അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ അവരുടെ വിഷയങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റാതെ അവർ നിൽക്കുന്ന സമയത്ത് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്നത് ഇടതുപക്ഷമാണ് എന്ന് പറയാം. ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ബലം കൊണ്ടെങ്കിലും ഒരു മത്സരത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം. മത്സരത്തിൻ്റെ പ്രതീതിയല്ല, ഈ കള്ളം പറയുന്നതിൽ വിദഗ്ധരാണ് അവർ. അത് വളരെ ആസൂത്രിതമായി കള്ളം പറയും. അവർ ചെയ്യാത്ത കാര്യവും ചെയ്യാൻ പോണ കാര്യവും പറ്റിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അവരൊപ്പത്തിനെത്താൻ വേണ്ടി ഒരുപാട് പറ്റിപ്പുകൾ നടത്തും. ശബരിമലയിലൊക്കെ നടത്തിയ പോലുള്ള പറ്റിപ്പ് മുതൽ ഇവിടുത്തെ ഈ കോൺട്രാക്ടർമാരെയൊക്കെ പറ്റിച്ചതും എല്ലാം നടത്തിക്കൊണ്ട് അവർ ഒരു കൂടി ഉണ്ട്. പക്ഷേ NDA സംബന്ധിച്ച് വളരെ മുന്നേ പോയിട്ടുണ്ട്, വളരെ മുന്നേ. സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെ, പ്രവർത്തനവും അത് തന്നെ, പദ്ധതിയും അങ്ങനെ തന്നെ. നല്ല വിജയത്തിലേക്ക് പോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ തിരുവനന്തപുരം ക്ഷേത്ര നഗരി എന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. വിശ്വാസികളും ഒട്ടും കുറവല്ല. ഇവിടെയുള്ള ജനവിഭാഗം, അത് ജാതിമത വ്യത്യാസമൊക്കെ നമുക്ക് മാറ്റിവെച്ചാൽ വലിയ വിശ്വാസികളുള്ള ഒരു നഗരം കൂടിയാണ് തിരുവനന്തപുരം. ആ നഗരത്തിലേക്കാണ് NDA വലിയ വാഗ്ദാനങ്ങളും ഈ പറഞ്ഞതുപോലെയുള്ള പ്രകടന പത്രികയും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ചോദ്യം, ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള വോട്ടർമാർ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്? ഈ സ്വർണ്ണക്കൊള്ള നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആ വിഷയം ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഈ കൊള്ളസംഘം
ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എന്നും പത്രത്തിൽ കാണും ഈ കതവ് കുത്തി തുറന്ന് മോഷണം. ഇപ്പം കതവും കട്ടളയും കൂടി എടുത്തോണ്ട് പോകും. അതിനുപരി വലിയ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ അമ്പലം, ഞാൻ വെച്ച ഒരു അമ്പലമുണ്ട് വിഷൂർ, അവിടെ പോലും ചെറിയ സ്വർണ്ണമൊക്കെ മാസത്തിൽ 1-2 കൊണ്ട് നേർച്ച വയ്ക്കും. അതെ, പൊട്ട്, ആൾരൂപം, ഇങ്ങനെ പലതും സ്വർണത്തിലെ. അത് ശബരിമലയെ സംബന്ധിച്ച് അങ്ങോട്ട് ആന്ധ്രയും തമിഴ്നാടും ഉള്ളൊരു കെട്ടോടാണ് കൊണ്ടുപോയി. ഈ പാളി എടുത്തോണ്ട് പോയത് മാത്രമേ വെളിച്ചത്ത് വന്നുള്ളൂ. ഈ അന്നന്ന് കിട്ടണത് കൊടുത്തോണ്ട് പോയി. ഈശ്വര തുല്യനായിട്ടിരിക്കുന്ന ആള് അങ്ങ് ഉയരറ്റം ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഈശ്വര തുല്യനായിട്ടിരിക്കുന്ന ആളാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്. അതിർത്തി വരമ്പുകളോടെയുള്ള പ്രവർത്തനം, കോടതിയുടെ ഇടപെടൽ സ്വാതാർഹം, അതുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് വന്നത്. ഇത് ഈ കാട്ടുകള്ളന്മാരെ, അത് തന്ത്രിയായാലും മന്ത്രിയായിരുന്നാലും കുറ്റക്കാരനാണ്. അത് ജനങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനെ അവിടെ ഒരുപാട് അഴിമതികൾ ഉണ്ട്. ഒരുപാടെന്ന് പറഞ്ഞത് നമുക്ക് കണക്കിപ്പെടുത്താൻ നോക്കും. ഈ അങ്ങ് പറഞ്ഞ കാണിക്കയായിട്ട് ലഭിച്ച സ്വർണത്തിന്റെ അളവ് ഇന്ന് വരെ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എത്ര അളവിൽ സ്വർണം ഇവിടെ ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കണക്ക് പോലും അയ്യപ്പനല്ലാതെ ലോകത്ത് വേറെ ആർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അറിയാന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങ് ദൈവതുല്യനായ ആളിനറിയാം എത്രയാണ് എടുത്തോണ്ട് പോയെന്ന്. അതുപോലെ എത്ര പവൻ, എത്ര കിലോ, ഒന്നും പറയാൻ. ശബരിമലയെ ശരിക്ക് പറഞ്ഞാൽ ഇവര് ഉപയോഗിച്ച് ഫണ്ടിന് വേണ്ടി ഇവർക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത ആളുകള് ശബരിമലയിൽ ചെന്നിട തള്ളുന്ന എന്തിനാണ്? ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ഇല്ല, ശബരിമലയെ പെയ്യ കൈകൂപ്പില്ല, പിന്നെ എന്തിനാണ് ഇവര് ദേവസ്വം ബോർഡിൽ വന്ന് ശല്യമുണ്ട്? ഈ പണം മാത്രം ലക്ഷ്യമിട്ടല്ലേ അവർ നിൽക്കുന്നത്. ആ പണം, നടവരവ് ഇതെല്ലാം അടിച്ചു മാറ്റി വിഹിതങ്ങളാണ്. അത് മേൽക്കമ്മിറ്റിക്കായിരിക്കും ഉയരായിരിക്കും, വലിയ ഒന്നും ഇല്ലല്ലോ. എത്ര വലിയ കുറ്റം ചെയ്തിട്ട് എന്ത് ചെയ്താലും ഓടം പാർട്ടി നടപടി എടുക്കുന്ന ആളുകൾ ഈ പാർട്ടി കമ്മിറ്റികളിൽ അതൊരു കുറ്റമായിട്ട് പറയുന്നില്ലല്ലോ, നടപടിയും ഇല്ലല്ലോ. ഇല്ല, സ്വന്തമായിട്ട് കോടതിയും പോലീസും ഒക്കെ ഉള്ള പാർട്ടിയാണ്. പക്ഷെ ഈ കാര്യത്തിൽ നടപടിയൊന്നുമില്ല. ഇതിപ്പോ കോടതിയുടെ ഇടപെടൽ, അതിനെ അങ്ങ് എങ്ങനെ കാണുന്നു? അത് വാസ്തവത്തിൽ ഈ കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത്രയെങ്കിലും ഒക്കെ പുറത്തു വന്നത്. കോടതിയുടെ ഇടപെടൽ സ്വാതാർഹമാണ്. പക്ഷേ നമ്മൾ ഈ ദൈവതുല്യനായ ആളുകളെ അല്ലേ ഈ പോലീസിനെ നയിക്കുന്നത്. അപ്പോൾ കോടതി ഇടപെടുന്നെങ്കിലും ദൈവതുല്യന്മാരുകാർ ഇടപെടുന്നതുകൊണ്ട് അതിനൊക്കെ ചെറിയ ചെറിയ താമസങ്ങളുണ്ടാവും. കേന്ദ്ര അന്വേഷണം വന്നല്ലാതെ ഇതിന് ഒരു പരിഹാരം, ശരിയായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പരിഹാരം, അവിടുത്തെ വിഷയത്തിൻ്റെ പരിഹാരം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കേന്ദ്രം ഏറ്റെടുക്കണം, എടുക്കുക തന്നെ വേണം. അതെടുത്ത് യഥാർത്ഥ ആളുകളെല്ലാം കൊണ്ടുവരണം. ഇതൊരു വലിയ ക്ഷേത്രത്തിന്റെ കാര്യം. ഇത് ദേവസ്വം ബോർഡിലെ ചെറിയ ക്ഷേത്രങ്ങളിലുമൊക്കെ കൊച്ചാളുകൾ കിലോ കണക്കിന് കൊണ്ടുവച്ചില്ലെങ്കിൽ അരപ്പമേ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ അടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് പോയാലോ? അപ്പോൾ ഈ കൊള്ളക്കാർ, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് മാത്രമല്ല, ഈ കേരളത്തിലെ മറ്റു പല ബോർഡുകളിലും അന്വേഷിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കട്ടിട്ടുണ്ട്, സമാനമാണ്. കട്ട് എല്ലാവരും എടുക്കുമ്പോൾ അങ്ങ് ദൈവതുല്യനായ ആളിന് കൂടി പങ്കുള്ളത് കൊണ്ട് കട്ടെടുത്തതൊന്നും പുറത്തു വരണില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു വിഷയം, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ വരുന്ന 4 മണ്ഡലങ്ങൾ, ഈ നഗരസഭാ പരിധിയിൽ വരുന്ന 4 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം. ഈ 4 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മാത്രമാണ് ശകലം പുറകിൽ പോയത്. പക്ഷേ പൊതുവെ ഈ 4 മണ്ഡലങ്ങളിലും BJPക്ക്, NDAക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടായി. പക്ഷെ നമ്മൾ നഗരസഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ വരുമ്പോൾ അവിടെ BJP ലേശം പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ചെറിയ വോട്ടിനെങ്കിലും, ഒരു 4000 വോട്ടിനും 3000 വോട്ടിനും ഒക്കെ BJPക്ക് തോൽവി സംഭവിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ നഗരസഭയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കുന്ന ഒരു മുന്നേറ്റം എന്തുകൊണ്ട് മറ്റ് തെരഞ്ഞെടുപ്പുകളിലേക്ക് ആവർത്തിക്കുന്നില്ല? ഇല്ല, നേരത്തെ ഇലക്ഷനൊക്കെ ജനങ്ങൾ കാണുന്നത് അവർ ജയിക്കില്ല എന്നുള്ളതാണ്. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം ഇവിടെ ഭരിക്കേണ്ടവരവരാണെന്നുള്ളത് പൂർണ്ണമായിട്ട് ജനങ്ങൾക്കറിയാം. വളരെ ഇപ്പം തന്നെ ബീഹാർ ഇലക്ഷൻ നടന്നല്ലോ. ബീഹാർ ഇലക്ഷനൊക്കെ ഇവിടെ ജനങ്ങളെ വിഷയങ്ങൾ, പ്രധാനമന്ത്രിയുടെ ഇതിൽ ജനങ്ങളെ വിഷയങ്ങൾ അവതരിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പം വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ജോലിയാണ് പ്രതിപക്ഷ നേതാവ് കാണിച്ചത്. ഇരട്ട വോട്ട് കിടക്കുന്നു, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. എന്ത് കാണിച്ചിട്ടും അവിടെ 6 പേര് ജയിച്ചു. അപ്പം ഇനി കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥയിൽ അവര് അമ്പലം വിഴുങ്ങിയാലല്ലോ ചിന്തിക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം ഏതാണ്ട് സാധ്യമായി എന്ന് കരുതുന്നവരാണെങ്കിലും 2 രീതിയിൽ കോൺഗ്രസ് ഇനി രക്ഷയില്ല. മറ്റത് അമ്പലം വിഴുങ്ങികളാണ്. പിന്നെ ഉള്ളത് ആര്? ഈ രാജ്യത്തെ നയിച്ചു പോകാൻ ആരൊക്കെയാണ് കഴിയുന്നത്? നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം. അത് നഗരസഭയിലും ഇക്കുറി
തുടരും അല്ലെങ്കിൽ ആവർത്തിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? 100% നരേന്ദ്രമോദിയുടെ വികസനം. ഏത് വീട്ടിലാണ് നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതി എത്താത്ത ഒറ്റ വീട് ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു പദ്ധതി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ 55 രൂപ ഒരു കരിക്ക്, അപ്പോൾ ഇവിടെ സ്കാനർ എടുത്ത് കാണിച്ചു തന്നു. 55 രൂപയ്ക്ക് അത് മീൻ വാങ്ങിക്കാൻ പോകുമ്പോഴും മീനുകാരൻ സ്കാനർ, തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളി, ഇതൊക്കെ ഡിജിറ്റൽ ഇന്ത്യ. ഇത് ആദ്യം പറഞ്ഞത് ആക്ഷേപിച്ചവരാണ് തോമസ് ഐസക്കും ചിദംബരവും ഒക്കെ. പക്ഷേ സ്ഥിതി എന്ത്? നിങ്ങൾ പച്ചക്കറി വാങ്ങിച്ചോ, മീൻ വാങ്ങിച്ചോ, പാല് വാങ്ങിച്ചോ, തട്ടുകട, തള്ളുവണ്ടി, 5 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചാൽ പോലും നമുക്കിന്ന് നഷ്ടപ്പെടില്ല. ഇപ്പൊ 55 രൂപ നമ്മളില്ലേ 50 രൂപ കാണും, അപ്പൊ അവന് 5 രൂപ പോകും. ഇതല്ലല്ലോ കറക്റ്റ്. 56 രൂപ ആണെങ്കിൽ 56 രൂപ. അതെ, ചില്ലറ പൈസ അടക്കം. ഇത് എല്ലാവരും ബോധവാനായി. ഇത് ഇപ്പോഴത്തെ ആൾക്ക് പറ്റില്ലെന്ന്. ചന്തയിൽ റോഡ് സൈഡിൽ വെച്ച് മീൻ വയ്ക്കുന്നവർ എല്ലാവർക്കും ആർക്കറിയാം. എല്ലാവരും പഠിച്ചു. പിന്നെ കിട്ടുന്നവർക്കെല്ലാം ഇടനിലക്കാരില്ലാതെയാണ്. 6000 രൂപ കിട്ടുന്ന ഇടനിലക്കാരില്ല. 6000 രൂപ അവർക്ക് കിട്ടുന്നു. അവർക്ക് ഇഷ്ടമുള്ളവർക്കാണ് കൊടുക്കുന്നത്. അപ്പം ഓരോ പദ്ധതികളിലും ജനങ്ങൾക്കുള്ള വിശ്വാസം, അതിൽ ഐസക്കിനെ പോലുള്ളവർ പറഞ്ഞതല്ല ശരി എന്ന് ബോധ്യം വന്നിരിക്കുന്ന ഇലക്ഷനാണ്. ഈ ഇലക്ഷനിൽ അതുകൊണ്ട് പൂർണ്ണമായിട്ട് ജനം നമുക്കൊപ്പമായിരിക്കും. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക്, സംഘപരിവാറിന്, NDAക്ക് ഒക്കെ വലിയ ശക്തിയുള്ള ഒരു കേന്ദ്രമായിട്ടാണ് എനിക്ക് തോന്നുന്നു. 1984 മുതൽ അങ്ങ് പൊതുപ്രവർത്തനം തുടങ്ങിയ ഒരു കാലം കൂടിയാണത് എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളൊക്കെ വളരെ ചെറുതാണ്, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലമാണ്. ആ 84 മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്ന അങ്ങേക്ക് ഇന്നത്തെ NDAയുടെ വളർന്നു പന്തലിച്ച ഒരു വലിയ വടവൃക്ഷമായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ആ NDAയുടെ വിജയത്തെക്കുറിച്ച് അങ്ങേക്ക് ഇത്രയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്നു, അത് ഉറപ്പിച്ചു പറയുന്നു. നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നഗരസഭയിൽ വളരെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ NDA എല്ലാ തരത്തിലും പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ്, ഇനിയിപ്പോൾ വോട്ടെടുപ്പ് 9-ാം തീയതിയാണ് തിരുവനന്തപുരത്ത്. 13-ാം തീയതി നമുക്കറിയാം തിരുവനന്തപുരത്ത് ആരാണ് BJPയുടെ മേയർ ഭാവിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഡിസംബർ 13-ാം തീയതി വ്യക്തമാകും. തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ഒരു കാര്യം പറയുന്നു, മേയർ BJPയുടെ NDAയുടെ മേയറായി. നന്ദി, നമസ്കാരം. നമസ്കാരം.